നബീസ, നീ വരുന്നില്ലേ കുൽസുവിന്റെ വീടിരിക്കലിന്? ആ ഞാൻ വരുന്നുണ്ടേ. നീ പോകുമ്പോ എന്നെയും വിളിക്കണം ട്ടാ. ആ ശരി. ഓ, ഈ ചെറിയ വളയിട്ടിട്ട് ഞാൻ എങ്ങനെയാ പോവുക? അവരൊക്കെ ആണെങ്കിലോ വലിയ ആൾക്കാരും. ഈ ചെറിയ വളയിട്ടിട്ട് പോയ മോശമാവില്ലേ? റൂബിൻ്റെ അടുത്ത് 25 പവനുണ്ടല്ലോ. എന്തായാലും അതിന്ന് 2 വളയും മാലയും വാങ്ങിയിട്ട് ഇട്ടിട്ട് പോവുക, അതാ നല്ലത്. റൂബി, ഇവിടെ അടുത്തൊരു വീടിരിക്കലുണ്ട് നാളെ. എന്റെ കൂടെ പഠിച്ച ചങ്ങാതിയാണ്. ഞാൻ പോയിക്കോളാം, നീ വരുമൊന്നും വേണ്ട. അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ്. നിന്റെ 2 വളയും ആ മാലയും എന്താ ഞാൻ ഇട്ടിട്ട് പോട്ടെ, വന്നിട്ട് തരാം. നമ്മൾ മോശം പാടില്ലാലോ. ആ ഇത് മതി. ഇതിലെന്തായാലും ഒരു 10 പവനൊക്കെ ഉണ്ടാവും. എന്തായാലും ഇതിട്ടിട്ട് പോവാം. വന്നിട്ട് ഞാൻ അവൾക്ക് തിരിച്ചു കൊടുക്കില്ല. ഇത് ഞാൻ എൻ്റെ സ്വന്തമാക്കും. എന്നിട്ട് അവളുടെ അടുത്ത് ബാക്കിയുള്ളതും കൂടി വാങ്ങി കൈക്കലാക്കണം. ഇതെന്താ കൊള്ളാത്തത്? ആ കൊണ്ടു. അമ്മോ, എന്തൊരു വലിയ വീടാണ് അവളുടെ. 3 നിലയല്ലേ കെട്ടി വെച്ചിരിക്കുന്നത്. അടമാന ആൾക്കാരെയും വിളിച്ചിട്ടുണ്ട്. ഭക്ഷണമൊക്കെയോ ഈ തല തൊട്ട് ആ തല വരെയല്ലേ നിരത്തി വെച്ചിരിക്കുന്നത്. ആർക്ക് തിന്നാനാണ് ഇതൊക്കെ? എവിടെ നിന്നാണോ ഇത്രയൊക്കെ പൈസ അവൾക്ക്? ഉമ്മ എന്താ സ്വർണം തിരിച്ചു തരാണ്ട് പോയത്? ആ പിന്നെ തരികയായിരിക്കും. ഓ, അവള് സ്വർണം നോക്കുകയാണ്. ഞാനിപ്പോ ഊരി കൊടുക്കും പറഞ്ഞിട്ട്. ഞാൻ എന്തായാലും കൊടുക്കില്ല, എന്റെ കയ്യിലിരിക്കട്ടെ. അവളുടെ അടുത്ത് ഇപ്പൊ 25 പവന്റെ സ്വർണ്ണമുണ്ട്. അതൊക്കെ വാങ്ങിയിട്ട് എന്റെ അൽമാരയിൽ തന്നെ വെക്കണം. എങ്ങനെയാ ഇപ്പൊ ചോദിക്കുക? ഓ, ചോദിച്ചപ്പോ എന്താണ്? എന്റെ ബാങ്ക് കിട്ടിയ ശ്രീധരൻ തന്നെയല്ലേ. ഞാൻ പോയി ചോദിക്കട്ടെ. നിന്റെ ആ കയ്യിലെ സ്വർണവും ബാക്കിയുള്ള സ്വർണ്ണമൊക്കെ ഇല്ലേ, അതൊക്കെ ബോക്സിലാക്കിട്ടെ എന്റെ അടുത്തതാ. ഞാൻ എന്റെ അൽമാരയിൽ വെക്കാം. എന്തിന്? എന്തിനാ? എന്റെ മാനിക്ക് കിട്ടിയതല്ലേ അതൊക്കെ. നിങ്ങളുടെ മാനിക്കാ? അതിന് എന്റെ വീട്ടുകാർക്ക് നിങ്ങളുടെ മാനം നേരത്തെ അറിയുവോ? അറിയേ? നിന്നെ ഇങ്ങോട്ട് കട്ടിക്കൊണ്ടുവന്നതിനെ എന്റെ മാനിക്ക് കൊടുത്ത ശ്രീധരനാണ് ആ സ്വർണം. നിന്നെ എന്റെ മാൻ നോക്കണില്ലേ? 3 നേരം എനിക്ക് തിന്നാൻ വരണ്ടേ അതിന്? ഓ അങ്ങനെ. എന്നെ നോക്കാനും എനിക്ക് ഭക്ഷണം തരാനും എന്റെ വീട്ടുകാർ നിങ്ങളുടെ മാനിക്ക് ശ്രീധരൻ തന്നത് അല്ലേ? എനിക്ക് ഇതുവരെ ഭക്ഷണത്തിന് കുറവൊന്നും വന്നിട്ടില്ല എന്റെ വീട്ടിലിരിക്കുമ്പോഴും. എന്നെ നോക്കാൻ നിങ്ങളുടെ മാനിക്ക് കഴിയില്ലെങ്കിലേ നിങ്ങളുടെ മാനിക്ക് എന്തിനാ പിന്നെ എന്നെ കല്യാണം കഴിച്ചു കൊടുത്തത്? നീ എന്താ വല്ലാണ്ട് പോണത്? എന്താ നോക്കി, നിങ്ങൾ മര്യാദയ്ക്ക് നിൽക്കണമെങ്കിൽ ഞാനും മര്യാദയ്ക്ക് നിൽക്കും. എല്ലാം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്റെ ഈ സ്വഭാവം മാറും. എന്റെ വീട്ടുകാർ എനിക്ക് സ്വർണ്ണം തന്നിട്ടുണ്ടെങ്കിലേ അത് എനിക്ക് മാത്രമുള്ളതാണ്, അല്ലാണ്ട് നിങ്ങൾക്കുള്ളതല്ല. അതിന്റെ മേലെ തള്ളയ്ക്ക് മാനിക്ക് കണ്ണുണ്ടെങ്കിലേ അത് അവിടെ കയ്യിൽ വെച്ചാൽ മതി, അല്ലാണ്ട് എന്റെ സ്വർണ്ണം കിട്ടുമെന്ന് വിചാരിക്കണ്ട. എന്റെ അമ്മോ, പെണ്ണ് വിചാരിച്ച പോലെയല്ല. എന്താ നാക്ക്? ഞാനെന്തായാലും ഈ വളയും ഈ മാലയൊന്നും കൊടുക്കൂല. ഇതെന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. നബീസ, ഉമ്മയില്ലേ അവിടെ? കുറെ ആയല്ലോ ഇങ്ങോട്ട് വെളിയിലൊക്കെ കണ്ടിട്ട്. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കുന്നതാണ് എന്നെ. ഉമ്മ ആങ്ങളുടെ വീട്ടിലേക്ക് പോയിരിക്കണേ. ആ അത് ശരി, അതാണ് ഇങ്ങോട്ട് പുറത്തൊന്നും കാണാത്തത് അല്ലേ? ഞാനും നോക്കുമായിരുന്നേ. എന്തിനാ ആ സ്വർണ്ണമൊക്കെ ഇട്ട് നടക്കുന്നത്? അതൊക്കെ ഊരി വെച്ചൂടെ? ഇത് ഊരി വെച്ച് കഴിഞ്ഞാലേ അവളെടുക്കും. ഇതൊക്കെ മരുമകളുടെയാണ്. ഞാൻ അന്ന് കുൽസുന്റെ വീടിരിക്കലിന് പോകുമ്പോഴേ അവളുടെ അടുത്ത് വാങ്ങിയതാണ്. പിന്നെ ഞാൻ കൊടുത്തിട്ടില്ല. അപ്പം അവള് തിരിച്ച് ചോദിക്കണമൊന്നുമില്ലേ? ആ ചോദിക്കുമ്പോൾ കൊടുക്കാലോ, അതുവരെ നീ ഇട്ടോ. എന്താ നീ ഇങ്ങനെ ചൊറിയണത്? ഇനിയിപ്പോൾ അത് മുക്ക് കൊണ്ടുപോയിരിക്കുമോ? അല്ല ഇന്നത്തെ കാലത്തൊന്നും പറയാൻ പറ്റില്ലേ. മുക്കൊന്നും ആയിരിക്കില്ല. മുക്കാ? എന്താ നീ പറയണേ? പിന്നെന്താ നീ ഇങ്ങനെ ചൊറിയണത്? സ്വർണ്ണമാണെങ്കിൽ ചൊറിയോ? എനിക്കെന്താ മുക്ക് കൊണ്ടോന്ന് തോന്നുന്നു, അതാണ് ഇങ്ങനെ ചൊറിയെന്ന് തോന്നുന്നു. നീ എന്തായാലേ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ഉമ്മ എവിടേക്കാണ്? ഞാൻ പോണതൊക്കെ എവിടേക്കാണെന്നേ നിന്റെ അടുത്ത് പറഞ്ഞിട്ട് വേണം പോകാന്. ഞാൻ പോയിട്ട് വരട്ടെ, വന്നിട്ട് പറയുന്നുണ്ട്. അതിന് ഞാനിപ്പോൾ എന്താ പറഞ്ഞത്? എന്താ ഈ ഉമ്മാക്ക്? ആ എന്തെങ്കിലും ആവട്ടെ. പെരും കള്ളി, നിന്റെ വീട്ടുകാർ നിന്നെ മുക്ക് കൊണ്ടോട്ടിട്ടല്ലേ കെട്ടിച്ചു വിട്ടിരിക്കുന്നത്. ഞാനിപ്പോ സ്വർണ്ണം ഉറച്ചു നോക്കാൻ പോയപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. എല്ലാം മുക്ക് കൊണ്ടുപോകണമെന്നുള്ളത്. ഇതാണില്ലേ ഞാൻ നിന്റെ അടുത്ത് അത് സ്വർണ്ണം ചോദിച്ചപ്പോ നീ
തരാൻ പഠിച്ചത്. ഇപ്പഴല്ലേ കാര്യം മനസ്സിലായത്? കള്ളക്കൂട്ടങ്ങള്. ഇപ്പൊ ഇറങ്ങിക്കോ ഈ വീട്ടിൽ നിന്ന്. മുക്കുകൊണ്ടോവാ? ഓ, ഒന്നും അറിയാത്ത പോലെ. ഐ, പണ്ടാരും ചൊറിഞ്ഞിട്ട് പോയ്യ. ഇത്രയും ദിവസം ഇതാണല്ലോ സ്വർണം എന്ന് പറഞ്ഞ് ഇട്ടുകൊണ്ട് നടന്നത്. ഐ, അവൻ വരട്ടെ, നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാക്കണ്ട്. എടുത്തോ പെട്ടിയും കിടക്കി വെക്ക. ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കണ്ട നീ. പൊയ്ക്കോ. എന്നാ നിന്റെ സ്വർണ്ണ എന്നാ. ആ, വരുന്നുണ്ടല്ലോ. ഡാ, എല്ലാം പോയടാ മാനെ, എല്ലാം പോയി. നിനക്ക് വല്ലതും അറിയോ? നിന്റെ ഭാര്യ വീട്ടുകാരെ നിന്നെ എന്നെയൊക്കെ പറ്റിക്കായിരുന്നു. മുക്കുകൊണ്ട് വിട്ടിട്ടാണ് അവളങ്ങോട്ട് കെട്ടിച്ചു വിട്ടിരിക്കുന്നത്. മുക്കുകൊണ്ടോ? എനിക്ക് എന്റെ വീട്ടുകാർ സ്വർണം തന്നെയാണ് തന്നത്, മുക്കുകൊണ്ടൊന്നുമല്ല. ഞാനും കൂടി പോയിട്ട് തന്നെയാണ് സ്വർണം എടുത്തത്. പിന്നെ അതങ്ങനെയാണ് മുക്കുകൊണ്ടാവുക? ഉമ്മാന്റെ അടുത്ത് ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞത് എന്നാ? ഞാനിപ്പോ പോയിട്ടേ സ്വർണ്ണപ്പിടി പോയിട്ട് ഉരച്ചു നോക്കിട്ട് വന്നതാണ്. അതെങ്ങനെ? നീ എന്താ റൂബി പറയണത്? നമ്മളെല്ലാരും കൂടി തന്നെയല്ലേ സ്വർണം എടുക്കാൻ പോയത്. പിന്നെ അതെങ്ങനെയാണ് മുക്കുകൊണ്ടാകണത്? അവന്റെ അമ്മ വെറുതെ പറയായിരിക്കും. അതാണ് താത്ത എനിക്കും മനസ്സിലാവാത്തത്. നമ്മളെല്ലാരും കൂടി പോയിട്ടല്ലേ സ്വർണം എടുത്തത്. പിന്നെ അതെങ്ങനെയാണ് മുക്കുകൊണ്ടായിട്ട് മാറിയത്? ഉമ്മ അതാ രാവിലെ സ്വർണ്ണക്കടയിൽ പോയിട്ട് ഉരച്ചു നോക്കിയിരിക്കുന്നത്. എന്നിട്ട് അവരാണത്ര പറഞ്ഞത് മുക്കുകൊണ്ടാണെന്ന്. പക്ഷെ സ്വർണ്ണം എങ്ങനെയാണ് മുക്കുകൊണ്ടായി മാറിയതെന്നാണ് എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടുത്തവും ഇല്ലാത്തത്. താത്ത, എനിക്ക് താത്താന്റെ നാത്തൂന്റെ മേലെ നല്ല ഡൗട്ടുണ്ട്. ആ ശരി, ഞാൻ അളിയൻ വരട്ടെ, അളിയന്റെ അടുത്ത് സംസാരിക്കാം. എന്നിട്ട് ഞാൻ നിന്നെ വിളിക്കാട്ടാ. എന്താ ഈ പറയണത്? എന്നാലും അത് എങ്ങനെ? എന്നാ ഇതുകൊണ്ട് എടുത്തു വെക്കി. എന്താണത്? ഇത് എന്റെ കുറച്ച് ഡ്രസ്സാണ് കല്യാണത്തിന് ഇടാനേ. എന്നാ കൊണ്ടെടുത്തു വെക്കി. ആ, ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. എന്താണമ്മ? റസിയാന്റെ മാപ്പിള വരുമ്പോഴേ കയ്യിലൊരു പെട്ടി ഉണ്ടായിരുന്നു. ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോഴേ കല്യാണത്തിന് ഇടാനുള്ള ഡ്രസ്സാണെന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്. ചിലപ്പോ അവന്റെ കളിയായിരിക്കും. എന്നാലും ആ സ്വർണം അവൻ മാറ്റിയാ. ഇനി എന്താ അമ്മ ചെയ്യാ? ഇതിന്റെ പേരിൽ ഇനി റൂബിക്ക് എന്തൊക്കെ കേൾക്കേണ്ടി വരും? നീ ബേജാറാവണ്ട, നമുക്ക് റസിയാനെ കൊണ്ട് സംസാരിച്ചിട്ട് ആ സ്വർണം തിരിച്ചു വാങ്ങാം. ഇവിടെ വേഗം നടക്കടി. അവള് രാവിലെ അടിച്ചത് ആൾക്കാരുടെ വായി നോക്കാൻ പോയിട്ടുണ്ട്. ഇവിടെ വാടി. ഉമ്മ, ഉമ്മ, എവിടെ ഈ തള്ള? എന്താണ്ടാ തൊളയിടുന്നത്? ഇവളെന്നെ രാവിലെ തന്നെ കടക്കി വിട്ടാക്കിയിരിക്കണം നിങ്ങള്. ആ ചായക്കടന്റെ മുമ്പിലാണെങ്കിലോ നിറയെ ചെക്കന്മാരും. നിങ്ങൾക്ക് പൊക്കെ കടക്കി. ഇവളെയാണ് കടക്കി വിട്ടാക്കിയിരിക്കണത്. എന്താണ്ടാ നീ ഓവറായിട്ട് സംസാരിക്കണത്? അവളെന്നെ കടക്കി വിട്ടാക്കും, ചിലപ്പോ വിട്ടാക്കാണ്ടിരിക്കും. അതൊക്കെ എന്റെ ഇഷ്ടം. ഞാൻ വിട്ടാക്കിയാൽ തന്നെ എന്താണ്ടാ അതിൽ തെറ്റ്? പിന്നെ എന്തിനാ അവൾ നിങ്ങളുടെ കെട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്? ഈ വീട്ടിലത്തെ എല്ലാ പണികളും ഞാൻ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അവളുടെ വീട്ടിലേക്ക് വിട്ടാക്കാന്ന് പറഞ്ഞിട്ട് നീ വിട്ടാക്കിയ, എന്നിട്ട് എന്റെ ചെലവിൽ ജീവിക്കുകയും ചെയ്തിട്ട് എന്നോട് തട്ടി സംസാരിക്കേ. പോടാ. നീയല്ലേ എന്നും പാല് വാങ്ങിയിട്ട് വരിക. ഇന്ന് നീ ഇല്ല, അതുകൊണ്ട് ഞാൻ അവളെ പാല് വാങ്ങാൻ വിട്ടു. അതിലിപ്പോ എന്താണ് തെറ്റ്? നിങ്ങൾ ജീവിക്കുന്നതേ എന്റെ ചെലവിലാണ്. അടങ്ങി ഒതുങ്ങി നിൽക്കണമെങ്കിൽ മാത്രം രണ്ടുപേരും ഇവിടെ നിന്നു, അല്ലെങ്കിൽ രണ്ടുപേരും ഇവിടെ നിന്ന് ഇറങ്ങിക്കോ. ഇതേ എന്റെ കെട്ടിയവൻ എനിക്ക് സമ്പാദിച്ചു തന്ന വീടാണ്. നീ ഉള്ളി പോ. നിക്കടി അവിടെ. നിന്റെ കയ്യിൽ എന്താണ്? പാലല്ലേ? അതുകൊണ്ട് കാപ്പി വയ്ക്ക്, എന്നിട്ട് എനിക്ക് താ. പോയി കാപ്പി വെക്കി. കാപ്പി. എന്താണ്ട് ഇനി തുറച്ചു നോക്കണത്? ഇത് എന്റെ വീടാണ്. ഇവിടെ ഞാൻ പറയണത് കേൾക്കണം. നീ ഈ വീട്ടിലെ വെറും പണിക്കാരി മാത്രമാണ്. അടങ്ങി ഒതുങ്ങി നിന്നോ. ഞാൻ തിന്നാൻ തരുന്നു നിന്നിട്ടേ ഒരു മൂലയിൽ പോയിരുന്നു. അല്ലാണ്ട് അവനെ മയക്കിയ മാതിരിയെ എന്നെ മയക്കാൻ നിൽക്കണ്ട. എന്താ നീ നോക്കി പഠിപ്പിക്കുന്നത്? നിന്റെ വീട്ടുകാരെ മൂക്കുവണ്ടം കെട്ടിയിട്ടല്ലേ വിട്ടാക്കിയിരിക്കണത്.
ഈ വീട്ടിൽ വെറും ഒരു അടിമനെ പോലെയാണ് നീ. ഈ വീട്ടിൽ അടങ്ങി ഒതുങ്ങി നിൽക്കാൻ പറ്റണമെങ്കിൽ മാത്രം അല്ലെങ്കിൽ ഇപ്പൊ ഇറങ്ങി ഇവിടുന്ന്.